കേരള വെതർ അപ്ഡേറ്റ്സ് ആൻഡ് ഒഫീഷ്യലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളെല്ലാവരും തന്നെ കഴിഞ്ഞ ഒരു കുറച്ച് 1-2 മാസമായിട്ട് നല്ല രീതിയിൽ, അല്ലെങ്കിൽ 1.5 മാസമായിട്ട് നല്ല രീതിയിൽ ചൂട്, അല്ലെങ്കിൽ വെയിലും ചൂടും ഉഷ്ണവും ഒക്കെ അനുഭവപ്പെട്ടുകൊണ്ട് ഇരിക്കുന്നവരാണ് നമുക്കെല്ലാവർക്കും. അതായത് വീട്ടിനകത്തിരുന്നാൽ പോലും ഉച്ച സമയത്ത് പുറത്തുള്ള ആ വെയിലിൻ്റെ അത്രയും ആ കാഠിന്യം നമുക്ക് വീടിനകത്തിരുന്നാൽ പോലും അനുഭവപ്പെടുന്നുണ്ട്. ഫാനിട്ടിരുന്നാലൊന്നും ഒരു കാര്യമില്ല, ആ ഒരു ചൂട് കാറ്റാണ് ഫാൻ വരെ അടിച്ച് വീടിനെ മുറിക്കകത്തൊക്കെ വിതറുന്നത്. അപ്പോൾ അത്രയ്ക്ക് കഠിനമായൊരു വേനലാണ് നമ്മൾ ഇപ്പോൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നത്. പിന്നെ കഴിഞ്ഞ വർഷങ്ങളിൽ എനിക്ക് തോന്നുന്നില്ല ഇത്രത്തോളം നമുക്ക് ഈ ചൂട് തുടർച്ചയായ ദിവസങ്ങളിൽ ഇത്രത്തോളം ചൂട് കൂടി നിന്നായിട്ടും. പിന്നെ നല്ല വേനൽ മഴ ഉണ്ടായിരുന്നു കഴിഞ്ഞ വർഷം ഇതിനെ അപേക്ഷിച്ച്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഈ വർഷം അതുകൊണ്ട് നല്ല രീതിയിൽ നമ്മളൊരു വേനലിനെ നേരിടുകയാണ്, വേനൽ ചൂടിനെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരുടെയും മനസ്സിൽ ആദ്യം ഓടിയെത്തുന്ന കാര്യം വേനൽ മഴ തന്നെയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചില പ്രദേശങ്ങളിലായിട്ട് 1-2 പ്രദേശങ്ങളിലോ 3-4 പ്രദേശങ്ങളിലായിട്ടൊക്കെ ചെറിയ രീതിയിൽ മഴ, 1 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 1/2 സെൻറ്റിമീറ്റർ, 5 mm അങ്ങനെ രീതിയിൽ ചെറിയ ചെറിയ മഴകൾ ലഭിച്ചു. ഇടയ്ക്ക് 1-2 ദിവസമൊക്കെ ഒരു 4 സെൻറ്റിമീറ്റർ 2.5 സെൻറ്റിമീറ്റർ മഴ ഇവിടെയൊക്കെ ലഭിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ നമുക്കത് കണക്കിലെടുക്കാൻ പോലും പറ്റാത്ത പ്രദേശങ്ങളാണ് അതായത് 3-4 പ്രദേശങ്ങൾ കേരളം മൊത്തം എടുക്കുമ്പോൾ. അപ്പം കാര്യമായ വേനൽ മഴ ഇതുവരെ ലഭിച്ചു തുടങ്ങിയിട്ടില്ല എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ അതിനൊരു ചെറിയൊരു മാറ്റം, വ്യാപകമായ മഴ അല്ലെങ്കിൽ പോലും കുറച്ചൊരു 30% അല്ലെങ്കിൽ ഒരു 40% പ്രദേശങ്ങളിൽ ഒക്കെ ഒരു മഴ സാധ്യത അടുത്ത 2 ദിവസം, അതായത് മാർച്ച് 22 വെള്ളിയാഴ്ച, അതുപോലെ തന്നെ മാർച്ച് 23 ശനിയാഴ്ച, ഈ 2 ദിവസങ്ങളിലൊക്കെ കുറച്ചുകൂടെ അധികം, അതായത് കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് കുറച്ചുകൂടെ അധികം ഒരു 30-40% പ്രദേശങ്ങളിലൊക്കെ മഴ സാധ്യതയുണ്ട്. എല്ലാ ജില്ലകളിലും മഴ ലഭിച്ചില്ലെങ്കിലും കുറേയൊക്കെ ജില്ലകളിലൊക്കെ കുറച്ചൊക്കെ പ്രദേശങ്ങളിൽ മഴ ലഭിക്കാൻ സാധ്യതയുള്ളതായിട്ടാണ് മിക്കവാറും എല്ലാ വെതർ മോഡലുകളും, ECM WF അതുപോലെ തന്നെ GFS വെതർ മോഡലുകളും എല്ലാം സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇന്നലെയൊക്കെ കുറച്ച് ഇച്ചിരി കൂടെയൊക്കെ മഴ നമ്മൾ കാണിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അത് കുറേയൊക്കെ കടലിൽ പെയ്തു പോയി, കിട്ടിയില്ല. ചില പ്രദേശങ്ങളായിട്ടൊക്കെ ഒതുങ്ങി മഴ. അപ്പോൾ അടുത്ത 2 ദിവസവും നല്ല സാധ്യത, ഈ ഒരു 30-40% പ്രദേശങ്ങളിലെങ്കിലും മഴ ലഭിക്കുമെന്നുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. ചില പ്രദേശങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴ ലഭിക്കാനും സാധ്യതയുണ്ട്. അപ്പോൾ കൂടുതൽ മഴ സാധ്യത വടക്കൻ കേരളത്തിലും അടുത്ത ദിവസങ്ങളിൽ മഴ സാധ്യത ഉണ്ടെന്നാണ് കാണിക്കുന്നത്. ഒരു കുറച്ചെങ്കിലും നമുക്കറിയാം കോഴിക്കോട്, അതുപോലെ തന്നെ മലപ്പുറം, വയനാട്, കണ്ണൂർ ചില പ്രദേശങ്ങളിൽ, അതുപോലെ കാസർഗോഡ്, അവിടെയൊക്കെ കുറച്ച് പ്രദേശങ്ങളിൽ അടുത്ത 2 ദിവസത്തിൽ ചിലപ്പോൾ മഴ ലഭിക്കാൻ സാധ്യതയുണ്ട്. മധ്യ തെക്കൻ കേരളത്തിലാണ് കൂടുതൽ സാധ്യത. കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, ഈ ജില്ലകളിലൊക്കെ കുറച്ചധികം സാധ്യതയുണ്ട് മഴ ലഭിക്കാൻ. ഈ പ്രദേശങ്ങളിൽ അല്പം ശക്തമായ മഴയും ലഭിക്കാൻ സാധ്യതയുണ്ട് നാളത്തെ ദിവസം, അതായത് മാർച്ച് 22 വെള്ളിയാഴ്ച. അല്പം ഒറ്റപ്പെട്ട ശക്തമായ മഴ, ഒരു 1/2-3/4 മണിക്കൂറൊക്കെ ശക്തമായി പെയ്യുന്ന മഴ ലഭിക്കാൻ സാധ്യതയുണ്ട്. ഒരുപാട് നേരമൊന്നും തുടർച്ചയായിട്ട് ശക്തമായി പെയ്യത്തില്ല, നല്ല മഴ ലഭിക്കും. നല്ല മഴയെന്ന് വെച്ചാൽ നമുക്കതിൻ്റെ ഇൻറ്റൻസിറ്റി കാണുമ്പോൾ, ആ മഴയുടെ ആ തീവ്രത കാണുമ്പോൾ മനസ്സിലാകും. കുറച്ച് നേരം കൊണ്ട് ഒരു 1/2-3/4 മണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂറോ 1-1.5 മണിക്കൂർ നല്ല രീതിയിൽ മഴ ലഭിക്കും. ശക്തമായ ഇടിമിന്നലോട് കൂടിയ മഴ ചില പ്രദേശങ്ങളുണ്ടാവും. അതുപോലെ തന്നെ മാർച്ച് 23 ശനിയാഴ്ചയും ഇതേ രീതിയിൽ സാധ്യതയുണ്ട്. അന്ന് വടക്കൻ കേരളത്തിലും ചിലപ്പോൾ ഈ മധ്യ കേരളത്തിൽ തുടങ്ങുന്ന മഴ കുറച്ച് നീങ്ങിപ്പോയി വടക്കൻ കേരളത്തിലും, അതായത് മധ്യ കേരളം, എറണാകുളം, അങ്ങനെ തൃശ്ശൂർ, അങ്ങനെ ചെന്ന് പാലക്കാടൊക്കെ ചില പ്രദേശങ്ങളിൽ മഴ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ കോഴിക്കോട്, മലപ്പുറം, ആ ജില്ലകളിലൊക്കെ നല്ല രീതിയിൽ മഴ കുറച്ച് പ്രദേശങ്ങൾ ശക്തമായി പെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ അടുത്ത 2 ദിവസവും നമ്മൾ നല്ല മഴ സാധ്യത വെച്ച് പുലർത്തുന്നുണ്ട്. പിന്നെ ഇതിൽ നമ്മുടെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പ്രവചനങ്ങൾ നമുക്ക് കാണാം. കാരണം വേനൽ മഴയുടെ പ്രവചന വിജയ സാധ്യത വളരെ കുറവാണ്. വീണ്ടും പറയുന്നു, കാരണം വെച്ച് കഴിഞ്ഞാൽ അൺപ്രെഡിക്റ്റബിൾ ആണെന്ന് ഏകദേശം വേണമെങ്കിൽ പറയാം. നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്തായിരിക്കത്തില്ല പെയ്യുന്നത്. സ്ഥലത്തിൻ്റെ പ്രഡിക്ഷനൊക്കെ വളരെ പാടായിരിക്കും. പിന്നെ പെയ്യാനുള്ള സാധ്യതയുടെ ആ ഒരു വിജയ ശതമാനം ഒക്കെ കുറവാണ്. അപ്പോൾ നല്ല രീതിയിൽ കുറച്ചെങ്കിലും സ്ഥലങ്ങളിലൊക്കെ മഴ ലഭിക്കട്ടെ, ഒരു ആശ്വാസമാവട്ടെ എല്ലാവർക്കും എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും നന്ദി.
ഇപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് ഈ കണ്ട് സപ്പോർട്ട് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തെത്തിക്കുക. ഇതുകൊണ്ട് ഇപ്പോൾ 2 ദിവസം കൊണ്ട് മഴ തീരുക എന്നല്ല, ഒറ്റപ്പെട്ട മഴ സാധ്യത അടുത്ത ദിവസങ്ങളിലും തുടരും. 24-ന് ശേഷവും 25 അങ്ങനെയുള്ള തീയതിയിൽ തുടങ്ങും. മാർച്ച് അവസാനം ഏപ്രിൽ ആദ്യമൊക്കെ ചെറിയ രീതിയിൽ ഇതുപോലെ തന്നെ മഴ ലഭിക്കാനുള്ള സാധ്യത ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. കുറച്ചുകൂടെയൊക്കെ പ്രദേശങ്ങളിലോ അല്ലെങ്കിൽ ഇപ്പം ചെറിയ തോതിലുള്ള മഴ, നല്ല പൂർണ്ണ സജ്ജമായ മഴ എന്തായാലും ഏപ്രിൽ ആദ്യത്തെ ആഴ്ച വരെ ഇല്ല. ഇപ്പോൾ ഈ 2 ദിവസങ്ങളിലുള്ള സാധ്യത കഴിഞ്ഞാൽ പിന്നെ ഈ സാധാ രീതിയിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പോലെ അവിടെ ഇവിടെയൊക്കെ ആയിട്ടുള്ള ചെറിയ സാധ്യതയാണ് കാണുന്നത്. മഴ തീരെ ഇല്ല എന്നല്ല, അവിടെ ഇവിടെയൊക്കെ ആയിട്ടായിരിക്കും ലഭിക്കുക. ഏപ്രിലിലെ പിന്നുള്ള ദിവസങ്ങളിലുള്ള നമുക്ക് ഡേറ്റകളൊക്കെ കിട്ടി തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ഈ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ വെതർ അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് എത്താനായിട്ട് ആ സബ്സ്ക്രൈബ് ബട്ടനും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പോൾ അടുത്ത 2 ദിവസം മഴ സാധ്യത ഞാൻ ചില വാർത്താ മാധ്യമങ്ങളിലും ഈ ചാനലുകൾ, അതായത് ചില യൂട്യൂബ് ചാനലുകളിലോ അങ്ങനത്തെ എല്ലാത്തൊക്കെ കണ്ടു, ഈ 2 ജില്ലകളിൽ കിട്ടില്ല, അല്ലെങ്കിൽ തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ മഴ സാധ്യതയില്ല. അപ്പോൾ അതൊരിക്കലും പറയാൻ പറ്റത്തില്ല. ചിലപ്പോൾ മഴ 1-2 ജില്ലകളിൽ അല്ലെങ്കിൽ 3-4 ജില്ലകളിൽ നിന്ന് കിട്ടില്ല എന്ന് വരാം നാളത്തെ മഴ. എന്ന് വെച്ചാൽ അത് ഈ 2 ജില്ലകളിലും കിട്ടത്തില്ല എന്ന് അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം ഈ അൺപ്രഡിക്റ്റബിൾ ആണ് ഇതിൻ്റെ ഈ വേനൽ മഴയുടെ ഒരു നേച്ചർ ഇപ്പോഴത്തെ. അതായത് ഒരു അനുകൂല സാഹചര്യമോ ഘടകമോ ഇല്ലാത്ത സമയത്ത് ഇത്തരം ഒരു നമുക്കത് പറയാൻ വളരെ പ്രയാസമുള്ളൊരു കാര്യമാണ്. ഇന്ന ജില്ലയിൽ പെയ്യില്ല അല്ലെങ്കിൽ ഇന്ന ജില്ലയിൽ ഉറപ്പായി പെയ്യും എന്നുള്ളത്, അതിൻ്റെ ആക്യുറസി വളരെ കുറവായിരിക്കും. അതുകൊണ്ട് ആ ജില്ലയിലുള്ളവർ വിഷമിക്കുകയൊന്നും വേണ്ട. ഇപ്പോൾ തിരുവനന്തപുരം, കൊല്ലം ജില്ലയിൽ മഴ കിട്ടത്തില്ല എന്ന ചില പോസ്റ്റുകളൊക്കെ കണ്ടു. അത് അങ്ങനെ വരാൻ സാധ്യത വളരെ കുറവാണ്. ചിലപ്പോൾ തിരുവനന്തപുരം, കൊല്ലം ജില്ലയിലും നാളെ മഴ ലഭിക്കും. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലക്കാർക്കെല്ലാം മഴ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ അത് തന്നെയാണ് നമ്മുടെ ആഗ്രഹം, കുറച്ചെങ്കിലും ഒരു ആശ്വാസമായി ഈ ചുട്ടുപൊള്ളുന്ന ചൂടിൽ നിന്ന്. അപ്പോൾ അതും കൂടെ കൂട്ടിച്ചേർക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.